നമുക്ക് സമസ്തയിലെ ചേരിതിരിവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. സമസ്തയിലെ ചേരിതിരിവ് അവസാനിപ്പിക്കാൻ, അതായത് ലീഗ് അനുകൂല പക്ഷം ഒരു വിഭാഗം, ലീഗിനെ എതിർക്കുന്നവർ മറ്റൊരു വിഭാഗം, ഇതാണല്ലോ സമസ്തയിലുള്ള വിഭാഗീയത. അപ്പോൾ ഇതിൽ ഒരു സമവായ ചർച്ച ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സമവായ ചർച്ച നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ലീഗ് വിരുദ്ധ പക്ഷം ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്നാണ് ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്തക്കാരുടെ നിലപാട്. എന്നാൽ ചർച്ച പ്രഹസനമാണെന്നും ആരും ക്ഷണിച്ചില്ലെന്നും ആരോപണങ്ങളുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ലീഗ് അനുകൂല വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇരു വിഭാഗത്തെയും ഒന്നിച്ചിരുത്തി ചർച്ച നടത്താനായിരുന്നു നേതൃത്വത്തിന്റെ തീരുമാനം. അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. ബ്രേക്കിംഗ് നൗ, സമവായ ചർച്ചയിലെ അനിശ്ചിതത്വം, ലീഗ് അനുകൂലികൾ അടിയന്തര യോഗം ചേരുമെന്ന് കൂടി കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ സമവായ ചർച്ച പൊളിഞ്ഞോ? അരുൺ, സമവായ ചർച്ച എന്തായാലും നടക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ വലിയൊരു അനിശ്ചിതത്വം രൂപപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടിയന്തര യോഗം കൂടി അല്പസമയത്തിനകം പാണക്കാട് ചേരാൻ പോകുന്നത്. രാവിലെ 8:30 പാണക്കാട് സ്വാദിഖ് അലി തങ്ങളെ നേരിട്ട് കാണാനാണ് ഇപ്പോൾ ലീഗ് അനുകൂലികളുടെയൊക്കെ തീരുമാനം. പ്രത്യേകിച്ച് ലീഗ് നേതൃത്വത്തോടെ ഇടഞ്ഞു നിൽക്കുന്ന സമസ്തയിലെ മറുവിഭാഗം ഇന്ന് നടക്കുന്ന സമവായ ചർച്ചയിലേക്ക് എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയായിരിക്കുന്നു. ആ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല. ക്ഷണം ലഭിക്കാത്ത ഒരു ചർച്ചയ്ക്ക് തങ്ങൾ എങ്ങനെ പോകുമെന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതേസമയം ലീഗ് അനുകൂലികളാണെങ്കിൽ ചർച്ചയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം നടത്തുന്നു. അപ്പോൾ സമവായ ചർച്ച അഥവാ ഒരു ഭിന്നത പരിഹരിക്കാൻ വേണ്ടി, സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതിനെ നിശ്ചയിച്ച സമവായ ചർച്ച പോലും വലിയൊരു വിഭാഗീയതയിലേക്കും ഒരു കല്ലുകടിയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ്, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ ഒരു ഭാഗത്തു നിന്നും, മറുഭാഗത്ത് ജിഫ്രി തങ്ങൾ, MT അബ്ദുള്ള മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സമസ്തയിലെ നേതാക്കൾ ഒരു ഭാഗത്തു നിന്നും ഇരു വിഭാഗം ഒരുമിച്ചിരുത്തി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് യോഗം നടക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. നേതൃയോഗം നടക്കുമെങ്കിൽ പോലും ഇരു വിഭാഗത്തെയും ഒരുമിച്ചിരുത്താനുള്ള നേതൃത്വത്തിന്റെ പദ്ധതി അത് ഈ ഘട്ടത്തിൽ പൊളിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്തരത്തിലൊരു ചർച്ചയിലേക്ക് തങ്ങളില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമസ്തയിലെ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, തങ്ങൾക്ക് ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചിട്ടില്ല. രണ്ടാമത്തത്, ചർച്ച ചെയ്യാൻ മാത്രം ഒരു വിഷയം ഞങ്ങളായി ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴുള്ള ചർച്ചയൊക്കെ തന്നെ അത് പ്രഹസനമാണ്. മുമ്പും പല അനുരഞ്ജന ചർച്ചകൾ നടന്നെങ്കിൽ പോലും അതിൻ്റെ ഫോർമുലകളൊന്നും നടപ്പാക്കിയിട്ടുമില്ല. അതുകൊണ്ട് അത്തരമൊരു ചർച്ചയ്ക്ക് ഇനി ഞങ്ങളില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സമവായ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ കല്ലുകടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇനി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അവർ അനുനയിപ്പിച്ച് ഈ ചർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്ന ചോദ്യം. പക്ഷേ ഒരു ഇങ്ങനൊരു സമവായ ചർച്ച ആവശ്യമായിരുന്നു. കാരണം മുഷാവറ യോഗത്തിൽ ഈ വ്യത്യസ്ത ചേരികളിലായിട്ട് നിൽക്കുന്ന സമസ്ത നേതൃത്വം ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായ ഒരു ആശങ്കയുണ്ടാവുമല്ലേ? അരുൺ, സമസ്തയുടെ മുഷാവറയ്ക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായിട്ട് ഉണ്ടായിരുന്നത് നിരവധി പരാതികളായിരുന്നു. ലീഗ് അനുകൂല ചേരികളുടെയും ലീഗ് വിരുദ്ധ ചേരികളുടെയും നിരവധി പ്രമേയങ്ങളും പരാതികളും പല വിഷയങ്ങളിലായിട്ട് സമസ്തയുടെ മുഷാവറയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ലഭിക്കുന്ന പരാതികളൊക്കെ തന്നെ സമസ്ത അവരുടെ മുഷാവറ യോഗത്തിൽ, അടുത്ത മുഷാവറ യോഗത്തിലാണ് പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും 11 ചേരുന്ന മുഷാവറ യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉമർ ഫൈസി മുക്കത്തിനെതിരെ പരസ്യമായി സമസ്തയുടെ തന്നെ സംസ്ഥാന ഭാരവാഹികളടക്കം യോഗം ചേർന്നുകൊണ്ട് പരസ്യമായി തന്നെ ഉമർ ഫൈസി മുക്കത്തെ സമസ്ത മുഷാവറ നിന്ന് പുറത്താക്കണമെന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കിയിരുന്നു. അതേപോലെ തന്നെ ഇത്തരത്തിൽ പ്രമേയം പാസ്സാക്കിയ അംഗങ്ങൾക്ക് ഇത്ര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറുവിഭാഗവും പരാതി നൽകി. അങ്ങനെ നിരവധി പരാതികൾ, ഒരിക്കലും പെട്ടെന്ന് സമസ്ത മുഷാവറയ്ക്ക് ഒരു പരിഹാരം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. സുപ്രഭാതവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ടായിരുന്നു. CIC വാഫി വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഒരു പരാതി ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സമവായം ഉണ്ടാക്കി മുഷാവറയിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു നേതൃത്വത്തിന്റെ ആഗ്രഹം. പക്ഷേ ആ സമവായ ചർച്ച ഇപ്പോൾ തുടക്കത്തിൽ തന്നെ കല്ലുകടിയായി മാറിയിരിക്കുന്നു. ഒരു സമവായം മുഷാവറ യോഗം എന്ന് പറയുമ്പോൾ ഇതിൽ പലർക്കും, പ്രത്യേകിച്ച് ലീഗ് പൊളിറ്റിക്സ് ഫോളോ ചെയ്യാത്ത, സമസ്ത രാഷ്ട്രീയം ഫോളോ ചെയ്യാത്ത പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതെന്താ സംഭവം, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊരു സംശയം ഉണ്ടാവും. അതുകൂടി ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ചോളൂ അഷ്കർ. മുഷാവറ യോഗത്തിന്റെ പ്രസക്തി.
അരുൺ, മുഷാവറ എന്ന് പറയുന്നത് ഒരു കൂടിയാലോചന ഇടം എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം, ഇല്ലെങ്കിൽ കൂടിയാലോചിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇടം എന്നൊക്കെയാണ് മുഷാവറ എന്ന അറബി പദത്തിൻ്റെ വാക്യാർത്ഥം. പക്ഷേ ഇവിടെ അതിന് രണ്ട് തരത്തിലുള്ള മുഷാവറകളാണുള്ളത്. ഒന്ന് കേന്ദ്ര മുഷാവറയും പിന്നെ ജില്ലാ മുഷാവറകളുമാണ് സമസ്തയ്ക്കുള്ളത്. ഈ കേന്ദ്ര മുഷാവറയിൽ 40 അംഗങ്ങളാണ് ഉണ്ടാവുക. അതിൽ സമസ്ത ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണ്ഡിതരായിട്ടുള്ള, അതിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിവുള്ള 40 പേരെ ഉൾപ്പെടുത്തുന്ന ഈ സംഘമാണ് ഈ സമസ്ത മുഷാവറ എന്ന് പറയുന്നത്. മതപരമായ വിഷയങ്ങളിൽ വിധികൾ പറയാനും തീരുമാനം നടപ്പിലാക്കാനും സമസ്തയുടെ കീഴിലുള്ള മഹല്ലുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക, അതിൽ സമസ്തയുടെ മദ്രസ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ പ്രവൃത്തിയടക്കം സമസ്തയുടെ കീഴിടങ്ങളെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളുടെയും അന്തിമ തീരുമാനം എന്ന് പറയുന്നത് സമസ്ത മുഷാവറയാണ്. മുഷാവറ ഒരു തീരുമാനം എടുത്താൽ അത് അന്തിമമാണ് എന്നുള്ളതാണ് സമസ്തയുടെ ഒരു നിലപാട്. ഈ മുഷാവറയിൽ ഭൂരിപക്ഷം ഇപ്പോഴും ലീഗ് അനുകൂലികൾ തന്നെയാണല്ലോ. അരുൺ, സാധാരണ ഈ മുഷാവറ അംഗങ്ങളെ ഇല്ലെങ്കിൽ ലീഗ് അനുകൂലികളെന്നോ ലീഗ് വിരുദ്ധരെന്നോ ഒന്നും സാധാരണ അങ്ങനെ ചിത്രീകരിക്കപ്പെടാറില്ല. പക്ഷേ ഇപ്പോൾ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അടക്കമുള്ള ആളുകൾ ലീഗ് പക്ഷത്തും ഉമർ ഫൈസി മുക്കം അടക്കമുള്ള ആളുകൾ ലീഗ് വിരുദ്ധ പക്ഷത്തും നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ കൃത്യമായി എണ്ണം തിരിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം ഓരോ വിഷയങ്ങൾ തന്നെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന മുഷാവറ അംഗങ്ങളുണ്ട്. ഈ വാഫി CIC വിഷയത്തിൽ ലീഗിനെ അനുകൂലിക്കുന്ന ആളുകൾ പോലും സമസ്തയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ വിഷയാടിസ്ഥാനമായി നിലപാട് സ്വീകരിക്കുന്ന മുഷാവറ അംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കാണ് ഭൂരിപക്ഷം എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഓക്കെ, താങ്ക് യു അഷ്കർ അലി കരിമ്പ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ അഷ്കർ അലി കരിമ്പ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രത്യേക ട്രെയിനിങ് കൂടി കിട്ടിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി ഓരോ ദിവസവും ഈ ലീഗ് പൊളിറ്റിക്സും സമസ്ത രാഷ്ട്രീയവും ഒക്കെ ഫോളോ ചെയ്യാത്ത ആളുകൾക്ക് ആ കാര്യങ്ങൾ അഷ്കർ വളരെ വിശദമായി തന്നെ ലളിതമായി വിശദീകരിച്ച് നൽകും. ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമായല്ലോ. യഥാർത്ഥത്തിൽ മുഷാവറ എന്നൊക്കെ പറയുന്ന ഒരു വലിയ പണ്ഡിത സഭയെ നമ്മൾ ഏതെങ്കിലും പാർട്ടികളുമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നത് തന്നെ ശരിയല്ല എന്നതാണ് നമ്മളുടെ ഒരു പൊതുവായിട്ടുള്ള നിലപാട്. അതിൽ ചില നേതാക്കൾ ലീഗിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നവരാണ്. മുഷാവറയിലെ ചില ആളുകൾ ലീഗ് വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നവരാണ്. അവർ ഇടതുപക്ഷത്തോട് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നവരാണെന്നൊക്കെയാണ് നേരത്തെ നമ്മൾ കേട്ടത്. അവരുടെ ഒരു മുൻകൈ എടുത്താണ് പലപ്പോഴും പല ചർച്ചകളും ഒക്കെ നടന്നിരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിരുന്നത്. എന്തായാലും മുഷാവറ അംഗം അത്ര ഉന്നതരായിട്ടുള്ള, പ്രായം ചെന്ന, വളരെ സീനിയറായിട്ടുള്ള പണ്ഡിത സഭയാണ്. അപ്പോൾ അവരെ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ കൊണ്ട് കെട്ടുന്നത് ശരിയല്ല എന്നതാണ് നമ്മുടെയൊക്കെ ഉള്ളൊരു പൊതുവായിട്ടുള്ള നിലപാട്.